ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാൻ എല്ലാ സമയവും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ, നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്കിനെ, ഫണ്ടമെൻ്റലി നല്ല ഷെയർസിനെ, നല്ല കമ്പനീസിനെ കണ്ടെത്താൻ സാധിക്കുന്നു. അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. വളരെ 3 കൊല്ലം മുന്നേ തന്നെ ഞാൻ ടാറ്റ മോട്ടോഴ്സ് 160 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുമ്പം ടാറ്റ മോട്ടോഴ്സിനെ ഞാൻ റെക്കമെൻഡ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൺമുന്നിൽ വളർന്നു വരുന്ന ഒരു കമ്പനിയെ കണ്ടുകൊണ്ട് മാത്രമാണ്. കുറേ 5-8 കൊല്ലങ്ങൾ മുന്നേ എല്ലാവരും പ്രിഫർ ചെയ്യുക മാരുതി വെഹിക്കിൾസ് ആയിരുന്നു. 70-80% വാഹനം കാസും റോഡിലുള്ളത് മാരുതീൻ്റെ ആയിരുന്നു. ബാക്കി 30% മാത്രമേ ഉണ്ടായിരുന്നു വേറെ കാസ് ഉണ്ടായത്. അത് ആക്ച്വലി മെല്ലെ മെല്ലെ മാറി ചെറിയൊരു മിഡിൽ ക്ലാസ് ലെവലുള്ള കാറുകൾ ഒക്കെ ഇറക്കാൻ തുടങ്ങിയപ്പം ഒരുപാട് നല്ലൊരു ഷിഫ്റ്റ് തന്നെ ഈ മാരുതി കാസിൽ നിന്ന് ടാറ്റ കാസ് വന്നിട്ടുണ്ട്. അതിന് പുറമെ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ യുഗം വന്നപ്പോൾ വളരെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഇറക്കാൻ തുടങ്ങി. എത്രയോ പിന്നിലായി ഇപ്പോൾ മാരുതി വേണം പറയാം. ഇത് നമ്മൾ മുന്നിൽ കാണുന്ന സംഭവങ്ങളാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ വാഹനങ്ങൾ ടാറ്റ പോകുമ്പം ഒരു 1-2 വണ്ടി വരെ മാരുതിയിൽ പോകണില്ല. അപ്പോൾ നമ്മൾ കൺമുന്നിൽ ആ കമ്പനി വളർച്ച കണ്ടുകൊണ്ട് നിൽക്കണം. അവരുടെ ടൈപ്സും അമാൽഗമേഷൻസും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കണം. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിനെ 160 റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്ത് 1000 rupees ടാർഗറ്റ് അച്ചീവ് ചെയ്തു. വിത്തിൻ 3 years ഞാൻ 1000 rupees ക്രോസ് ചെയ്യുന്ന പറഞ്ഞു അച്ചീവ് ചെയ്തിട്ടുണ്ട്. വേറൊരു കമ്പനി പറയുകയാണെങ്കിൽ പോളിക്യാബാണ്. പോളിക്യാബിൻ്റെ പ്രൊഡക്ട്സ് നിലവിൽ ഹാവൽസും ബജാജും ഒക്കെ ഉള്ള കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ശരിക്കും പെനട്രേറ്റ് ചെയ്ത് വന്നൊരു കമ്പനിയാണ് പോളിക്യാബ്. അവരെ പരസ്യം കൊണ്ടും അവരെ ക്വാളിറ്റി കൊണ്ടും ആക്ച്വലി അത് നല്ലോണം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നൊരു കമ്പനിയാണ് പോളിക്യാബ്. നമ്മൾ ഓരോ വീട്ടിലും പോളിക്യാബ് പ്രിഫർ ചെയ്യാൻ തുടങ്ങി. ഫാന് വാങ്ങുമ്പോഴും വേറെ വാങ്ങുമ്പോഴും പോളിക്യാബ് വാങ്ങാമെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. കാരണം എല്ലാവരും റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി, ഇലക്ട്രീഷ്യൻസ് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങി. അത് നമ്മൾ കൺമുന്നിൽ വളർന്ന കമ്പനിയാണ് പോളിക്യാബ്. പെട്ടെന്ന് പരസ്യം വരുന്നു, ആൾക്കാർ വാങ്ങുന്നു, നമുക്കത് ബെറ്റേക്കാവുന്നതായിരുന്നു. അതുപോലെയുള്ള ഒരു കമ്പനി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺമുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണത്. നിങ്ങൾക്കും അത് ഓക്കെ ആയി തോന്നുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കമ്പനി പേര് ഇൻഡിഗോ പെയിൻറ്റ്സ് എന്നുള്ളതാണ്. വളരെ അട്രാക്റ്റീവ് തോന്നിയ, എനിക്ക് വളരെ സ്പെസിഫൈ തോന്നിയ ഒരു പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, പെയിൻറ്റിങ് മാർക്കറ്റിൽ ഒരുപാട് ജയൻസ് ഉണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ, നെറോലാക്സ്, റീസെൻ്റ് ആയിട്ട് JSW, ഗ്രാസിം ഒക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു മോണോപ്പൊളി സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സിന് മാത്രമേ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. 70% ഏഷ്യൻ പെയിൻറ്റ്സാണ് പോകുന്നത്. അതിൻ്റെ ബാക്കിൽ തന്നെ ബർജർ പെയിൻറ്റ്സും നെറോലാക്സും എല്ലാം ഉണ്ട്. ഈ ഒരു പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിലേക്കാണ് ഇൻഡിഗോ പെയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി വരുന്നത്. പക്ഷേ ഞാൻ കണ്ട ഏറ്റവും ഒരു ബുദ്ധിപരമായ മാനേജ്മെൻറ്റ് നീക്കുന്നത് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവർ ഡയറക്റ്റ് പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിൽ വരാതെ അവരെന്ത് ചെയ്ത് ഫ്ലോറിങ് പെയിൻറ്റ്സിലാണ് അവർ വരാൻ തുടങ്ങിയത്. നിങ്ങൾ ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് തന്നെ അത് വൃത്തികേടാവും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കാത്തു നിൽക്കാവുന്ന ഓരോ വ്യക്തികളും, ഓരോ സിറ്റിസനും. അപ്പോൾ അവരുടെ മുന്നിലാണ് നിങ്ങളിതാ ഈ പെയിൻറ്റ് വെച്ചാൽ സ്ക്രാച്ച് വീഴില്ല എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസിന് കൂടെ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും ആയിരുന്നു. അതിന് കോമ്പറ്റീറ്റർ ഇല്ലാന്ന് തന്നെ. പെയിൻറ്റിങ് മാർക്കറ്റ് ഇത്രയും വലിയ ജയൻസ് ഉണ്ടായിട്ട് പോലും ഫ്ലോറിംഗ് പെയിൻറ്റിങ് സ്പേസിലും മോണോപ്പൊളി ആയിട്ട് ഇൻഡിഗോ പെയിൻറ്റ്സ് മാറിക്കഴിഞ്ഞു. അത് വളരെ വളരെ ഒരു മാനേജ്മെൻറ്റ് വിഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇൻഡിഗോ പെയിൻറ്റ്സ് നമുക്ക് കാണാം. അതിന് പുറമെ ഇവരിപ്പം മെല്ലെ ഫ്ലോറിംഗ് പെയിൻറ്റ്സിൻ്റെ കൂടെ തന്നെ മറ്റേ പെയിൻറ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, പെയിൻറ്റിങ് ഇൻഡസ്ട്രി പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അത് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിനെക്കാട്ടും കൂടുതൽ പെയിൻറ്റിങ് കോൺട്രാക്ടേഴ്സും പെയിൻറ്റേഴ്സും പ്രിഫർ ചെയ്ത് ഓക്കെ വരാൻ മാത്രമേ ഉള്ളൂ ഒരു പെയിൻറ്റ് സക്സസ് ആവുള്ളൂ ഇൻഡസ്ട്രിയിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പോഴും 70% ഉപയോഗിക്കുന്നത്. കാരണം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പെയിൻറ്റിങ് വരുമ്പോൾ കോൺട്രാക്ടർ പറയുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ഇടാന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ചോയ്സ് ഒന്നുമില്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ പെയിൻറ്റ്സ് ഇട്ടാലും ബേജർ ഇട്ടാലും നെറോലാക്ക് ഇട്ടാലൊക്കെ സെയിമാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുകയാണ് പെയിൻറ്റേഴ്സ്, കോൺട്രാക്ടേഴ്സ് ഇൻഡിഗോ പെയിൻറ്റ്സും ചെയ്യുക. അതും ക്വാളിറ്റി ഉണ്ടെന്ന് പറയുകയാണ്. പിന്നെ ജനങ്ങൾ വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടും കോമ്പറ്റീഷൻസ് ഇല്ലാത്തതുകൊണ്ടും ഫ്ലോറിംഗ് പെയിൻറ്റ്സ് കംപ്ലീറ്റ് ഇൻഡിഗോ പെയിൻറ്റ്സ് ചെയ്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ക്വാളിറ്റി കണ്ടതുകൊണ്ട് അതിന് വലിയ ആ ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാനുള്ള ലെവലെത്തിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ സംഭവമാണ് ഇൻഡിഗോ പെയിൻറ്റ്സ് സംബന്ധിച്ചോളം. അപ്പോൾ നമ്മൾ മുന്നിൽ തന്നെ ഇപ്പം ഒരുപാട് സ്ഥലത്ത് ആദ്യം കാണുന്ന ഏഷ്യൻ പെയിൻറ്റ്സ് മാത്രമേ കാണുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബർജർ പെയിൻറ്റ്സ് കണ്ട് ഇപ്പം ഇൻഡിഗോ പെയിൻറ്റ്സിൻ്റെ ബക്കറ്റ്സും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൺമുന്നിൽ വളർന്നു വരുന്നൊരു കമ്പനിയാണ് ഇൻഡിഗോ പെയിൻറ്റ്സ്. ഇതെല്ലാം ആയിരുന്നെങ്കിൽ നമ്മളതിൻ്റെ വാല്യൂഷൻ നോക്കണം. വാല്യൂഷൻ നോക്കിയപ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് കമ്പനി തോന്നിയത്. വളരെ നല്ല വാല്യൂഷനാണ്.
പിന്നെ ചീപ്പാണ് പി റേഷ്യൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ലെവൽ എൻ്റർ ചെയ്യാം. പിന്നെ എൻ്റെ ഇയർ ഹൈ ഞാൻ നോക്കി നോക്കുമ്പോൾ ലൈഫ് ലോങ് ഹൈ നോക്കി നോക്കുമ്പോൾ 3000 ചില രൂപയാണ് എൻ്റെ ലൈഫ് ലോങ് ഹൈ പോയത്. ഇപ്പം അത് ട്രേഡ് ചെയ്യുന്നത് 1325 ആണ്. എൻ്റെ ഇയർ ഹൈ തന്നെ 1679 ഉണ്ട്. ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 50% മുകളിൽ 50% അല്ല അതിന് മുകളിൽ 2200 വരെയൊക്കെ പോകാനുള്ള 60-70% ടാർഗറ്റ് വെച്ചിട്ട് വാങ്ങാവുന്നൊരു സ്റ്റോക്കാണ് ഇൻഡിഗോ പെയിൻറ്റ്സ്. വാല്യൂഷൻസ് നോക്കാം. എൻ്റെ പി റേഷ്യോ 43.87 ആണ്. ഇൻഡസ്ട്രിയൽ പി 63.42 ആണ്. ആ ഒരു ലെവൽ നോക്കിയാൽ തന്നെ 2000 മേലെ ട്രേഡ് ചെയ്യണം. EPS 30.2 ആണ്. 17% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ബുക്ക് വാല്യൂ 163 ആണ്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് 2019 26 കോടി മാത്രം ലാഭം കാണിച്ച കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ കൊല്ലം 2020, 21, 22, 23 ഒക്കെ ലാഭം കൂട്ടി 1310 കോടി ലാഭമാണ് 2023 മൊത്തം കാണിച്ചത്. ഡിസംബറിൽ ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ 37 കോടി ലാഭമായിരുന്നു. അത് കഴിഞ്ഞ ഡിസംബർ നോക്കുകയാണെങ്കിൽ തന്നെ 43% വളർച്ചയാണ്. നല്ല ഡിവിഡൻഡ് ചെയ്യുന്ന കമ്പനിയാണ്, ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. ഷെയർ ക്യാപിറ്റൽ 47 കോടിയേ ഉള്ളൂ. അതേസമയം അതിനകത്ത് റിസർവ് 718 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് ഒരു ഷെയറും പോലെ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 54% പ്രൊമോട്ടേഴ്സും 7.7% FISഉം 2% DISഉം മൊത്തം 68% ഇവർ മൂന്നാളാണ് ഹോൾഡ് ചെയ്യുന്നത്. 32% റീറ്റെയിൽസിന് കയ്യിലുള്ളത്. FISൻ്റെ പാർട്ടിസിപ്പൻറ്റ് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കമ്പനിയിൽ ചെറിയൊരു ഷെയർ ക്യാപിറ്റൽ കമ്പനിയിൽ 7.7% FIS വാങ്ങിയെന്ന് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണത്. അപ്പോൾ FISന് ഇൻട്രസ്റ്റ് ഉള്ളതാണെങ്കിൽ എന്നിരുന്നാലും ചെറിയ നെഗറ്റീവ് പോയിൻറ്റ്സ് ഇൻഡിഗോ പെയിൻറ്റ്സിനുണ്ട്. നമ്മൾ സ്റ്റോക്ക് വാങ്ങുമ്പോൾ നെഗറ്റീവ് പോയിൻറ്റ്സ് കൂടെ കണക്കിലാക്കണം. ഒന്നാമത് ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ റൈസ്. ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുന്ന സെക്ടർ പെയിൻറ്റിങ്. കാരണം അതിൻ്റെ റോ മെറ്റീരിയൽ ഇൻറ്റിഗ്രൽ പാർട്ടാണ് ക്രൂഡ് ഓയിൽ, ഒഴിവാക്കാൻ പറ്റാത്ത ഇന്നവിറ്റബിൾ പാർട്ടാണ് ക്രൂഡ് ഓയിൽ. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിൽ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, യുദ്ധം കാര്യങ്ങളുണ്ടെങ്കിൽ പെയിൻറ്റിങ് ഇൻഡസ്ട്രി മാറി നിൽക്കുന്നത് നല്ലത്. പിന്നെ പുതിയ എൻട്രൻസ് വലിയ ജയൻസ് വരെ പെയിൻറ്റിങ് ഇൻഡസ്ട്രി വരാൻ പോകും. കാരണം വെച്ചാൽ ലുക്രേറ്റീവ് മാർക്കറ്റാണ്, നല്ല ലാഭം കിട്ടുന്ന മാർക്കറ്റിലായതുകൊണ്ട് തന്നെ ഗ്രാസിമും JSW ഒക്കെ തന്നെ ഈ ഒരു പെയിൻറ്റിങ് സെക്ടറിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നീട് ഞാൻ പറഞ്ഞത് പെയിൻറ്റിങ് ഇൻഡസ്ട്രി പ്രത്യേകതകൾ പെട്ടെന്ന് ഒരു മാർക്കറ്റ് ആക്കാൻ പ്രയാസമുള്ള കമ്പനിയാണ്. പക്ഷേ ഈ ഇൻഡിഗോ പെയിൻറ്റ്സ് അവരുടെ ഫ്ലോറിംഗ് പെയിൻറ്റ്സിലൂടെ വളരെ എളുപ്പത്തിലാണ് മാർക്കറ്റ് ചെയ്തത്. അവരുടെ ബുദ്ധിയാണ്, നല്ല മാനേജ്മെൻറ്റാണ്. പിന്നെ വേറെ ഒന്നുള്ളത് മോണോപ്പൊളി. ഏഷ്യൻ പെയിൻറ്റ്സ് തന്നെയാണ് മോണോപ്പൊളി. സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞാലും ഏഷ്യൻ പെയിൻറ്റ്സ് ആണ് ഇപ്പോഴും 70% ഉപയോഗിക്കാതെ. മോണോപ്പൊളി ഏഷ്യൻ പെയിൻറ്റ്സ് അതൊരു നെഗറ്റീവ് ഫാക്ടറാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. ഈ 3 കാര്യങ്ങളിലുള്ള നെഗറ്റീവ്. ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടിയാൽ മാത്രം. പിന്നെ പുതിയ എൻട്രൻസ്, പുതിയ കമ്പനീസ് പെയിൻറ്റിങ് ഇൻഡസ്ട്രി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിന് മോണോപ്പൊളി കമ്പനിയാണ് ഈ സെക്ടറിൽ. ബാക്കിയെല്ലാം വളരെ ഫേവറബിളാണ് ഇൻഡിഗോ പെയിൻറ്റ്സിന്. അപ്പോൾ ഒരു ഇപ്പം എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരാണെങ്കിൽ മാക്സിമം ഒരു 1000-1100 ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ആ സമയത്ത് എൻ്റർ ചെയ്യുക. ഇതൊരു ലോങ് ടേം റെക്കമെൻഡേഷനാണ്. ഒന്നെങ്കിൽ ഈ എൻട്രി വാങ്ങിയിട്ട് താഴോട്ട് വരുമ്പം ആവറേജ് ചെയ്യുക, അല്ലെങ്കിൽ 1200-1100 ലെവലിൽ വരുമോ നോക്കിയിട്ട് എൻട്രി എടുക്കാം. അപ്പം ഇൻഡിഗോ പെയിൻറ്റ്സ് പ്രസൻറ്റ് പ്രൈസ് 1325, 1 ഇയർ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 2200 എൻ്റെ ടാർഗറ്റ്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞാൽ മതി, ഞാനൊരു CB രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് സ്വന്തം പഠിക്കുക. നിങ്ങൾക്ക് ആരൊക്കെ അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ഏതെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.